Hi friends, welcome to Hamta Graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ യൂട്യൂബിന്റെ കുറച്ച് ടിപ്സ് അതുപോലെ ട്രിക്കുകളെ പറ്റിയൊക്കെയാണ് നോക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കുകളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് യൂട്യൂബിന്റെ ആ ട്രിക്കും ടിപ്സും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് സെറ്റിംഗ് ആണ് ഹിഡൻ മെനു എന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയും കൂടെ പ്ലേ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ പ്ലേ ചെയ്യേണ്ടത് ആ ഒരു വീഡിയോ യൂട്യൂബിലെ ആ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ വരുന്നതായിരിക്കും. ഇവിടെ ഒന്നും ചെയ്യേണ്ട, വീണ്ടും അവിടെ തന്നെ നമുക്കൊരു റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ശ്രദ്ധിക്കുക, ഒന്നും കൂടെ റൈറ്റ് ക്ലിക്കാണ് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ റൈറ്റ് ക്ലിക്ക് കൊടുത്തപ്പോൾ ഈ ഒരു വിൻഡോ ആണ് വന്നത്. ഇനി വീണ്ടും അവിടെ തന്നെ ഒരു റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. അപ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരു വിൻഡോ വരുന്നതായിരിക്കും. അപ്പം ഈ വിൻഡോയിലാണ് പിക്ചർ ഇൻ പിക്ചർ മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോ പിക്ചർ ഇൻ പിക്ചർ മോഡിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്ത് കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആ ഒരു വീഡിയോ പിക്ചർ ഇൻ പിക്ചർ മോഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കണ്ടുകൊണ്ട് തന്നെ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇത് പഴയ മോഡിലോട്ടാക്കാൻ വേണ്ടി ഇവിടെ ബാക്ക് ടു ടാബ് വന്നതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് പഴയ മോഡിലോട്ട് മാറുന്നതായിരിക്കും. അതുപോലെ ഇവിടെ നോക്കെങ്കിൽ ഇത്തരത്തിലൊരു ഐക്കൺ കാണാൻ സാധിക്കുന്നില്ലേ? അത് ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഈ പിക്ചർ ഇൻ പിക്ചർ മോഡ് എടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ എല്ലാ ബ്രൗസറിലും ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ബ്രൗസറിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ ക്ലിക്കിലൂടെ നിങ്ങൾക്ക് പിക്ചർ ഇൻ പിക്ചർ മോഡിലോട്ട് മാറ്റി നിങ്ങൾക്ക് ആ യൂട്യൂബ് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ ബ്രൗസറിൽ ഇങ്ങനെ ഒരു ഫീച്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിയ ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോ പിക്ചർ ഇൻ പിക്ചർ മോഡിൽ കണ്ട് ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഓപ്ഷൻ നിങ്ങളുടെ ബ്രൗസറിൽ ഉണ്ടോ ഇല്ലയോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് പിക്ചർ ഇൻ പിക്ചർ മോഡിൽ യൂട്യൂബ് വീഡിയോസൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ട്രിക്കാണ് 0 to 9 മാജിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കീബോർഡിലുള്ള 0 തൊട്ട് 9 വരെയുള്ള നമ്പർ വെച്ച് നമുക്ക് ഇനി മുതൽ യൂട്യൂബിൽ കുറച്ച് ട്രിക്കുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്പേഴ്സും യൂട്യൂബും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ പ്ലേ ചെയ്യുക. പ്ലേ ചെയ്തിട്ട് ആ ഒരു വീഡിയോ അങ്ങ് എൻഡ് വരെ എത്തിയെന്നിരിക്കട്ടെ. ഓക്കെ, ഇനി ആ ഒരു വീഡിയോയുടെ ഫസ്റ്റ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സാധാരണ മൗസ് കൊണ്ടുവന്ന് ആ ഫസ്റ്റിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ചെയ്ത് കാണുകയാണ് ചെയ്യുന്നത് അല്ലേ? എന്നാൽ ഇനി മുതൽ അത് ചെയ്യാതെ നിങ്ങൾക്ക് ഫസ്റ്റിലോട്ട് എത്താൻ വേണ്ടി കീബോർഡിൽ 0 ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. അപ്പോൾ ആ ഒരു വീഡിയോ ഫസ്റ്റിലായിട്ട് വന്നിരിക്കുന്ന കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫസ്റ്റിൽ എത്താനും സാധിക്കും. അവിടെ നിന്ന് വീഡിയോ പ്ലേ ചെയ്ത് കാണണമെങ്കിൽ പ്ലേ ചെയ്ത് കാണാനും സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഫസ്റ്റിൽ നിന്ന് ലാസ്റ്റിലോട്ട് എളുപ്പം എത്താൻ വേണ്ടി എന്ത് ചെയ്യണം? അതൊന്നും ചെയ്യേണ്ട, കീബോർഡിലെ 9 ഉണ്ടല്ലോ, 9 ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് എൻഡ് വരെ നമുക്ക് ആ ഒരു കൾച്ചറിനെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ എൻഡിലെ വീഡിയോ കാണാൻ വേണ്ടി അവിടെ നിന്ന് നമുക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഫസ്റ്റിലും എൻഡിലും അല്ലാതെ മിഡിൽ എവിടെയെങ്കിലും നമുക്ക് കൾച്ചർ കൊണ്ടുപോകണമെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട. നടുക്കുള്ള ഏതെങ്കിലും ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 5 ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നടുക്കായിട്ട് നമുക്ക് ആ ഒരു വീഡിയോയുടെ കൾച്ചർ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലേ? ഇനിയിപ്പം വേറെ നമ്പറൊക്കെ കൊടുത്താലും എന്തൊക്കെ മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൂട്ടുകാർക്ക് കാണാം. ഞാനിപ്പോൾ 2 ആണ് കൊടുത്തത്. അപ്പം ആ ഒരു കൾച്ചർ എവിടെ പോയെന്ന് കൂട്ടുകാർക്ക് കാണാം. ഇനി 3 കൊടുക്കാമെങ്കിൽ അങ്ങോട്ട് പോകുമെന്ന് കാണാം. അതുപോലെ 4, ഇനി 9 കൊടുത്തപ്പോൾ അങ്ങ് എത്തി. 8 കൊടുക്കുമ്പോൾ കുറച്ച് ബാക്കിലോട്ട്. സോ ഇത്തരത്തിൽ നമുക്ക് മുമ്പിലോട്ടും ബാക്കിലോട്ടും എല്ലാം കൊണ്ടുപോകാൻ ഇനി മൗസ് യൂസ് ചെയ്യേണ്ട, കീബോർഡ് യൂസ് ചെയ്താൽ മതി. അതായത് യൂട്യൂബിലെ വീഡിയോസ് നമുക്ക് മുന്നിലോട്ടും പുറകിലോട്ടും എല്ലാം കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന 0 to 9 വരെയുള്ള നമ്പറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അടുത്തൊരു ട്രിക്കാണ് ഓസം എന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് പറ്റിക്കാൻ വേണ്ടി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് ഇത്. അപ്പം ഇതെങ്ങനെയെന്ന് നോക്കാം. നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പം അവർ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ നമുക്ക് പറ്റിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ കീബോർഡിൽ ഓസം എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും
പ്രോഗ്രസ് ബാർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് അവരെ പറ്റിക്കാൻ വേണ്ടി ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ അവർ ബ്ലിങ്ക് ചെയ്യുന്ന കാണുമ്പോൾ അവർക്ക് ഒരു പേടിയൊക്കെ വരാനും നമുക്ക് അവരെ പ്രാങ്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു ട്രിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു ബ്ലിങ്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കീബോർഡിൽ ഓസം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ബ്ലിങ്ക് മാറുന്നതായിരിക്കും. ഇപ്പോൾ കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ബ്ലിങ്ക് ഇവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഓസം എന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കാമെങ്കിൽ ആ ഒരു ബ്ലിങ്ക് ഇവിടെ മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ട്രിക്കിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾക്ക് പറ്റിക്കണമെങ്കിൽ ധൈര്യമായിട്ട് ഇനി മുതൽ നമുക്ക് അവരെ പറ്റിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ട്രിക്കാണ് ഷെയർ അറ്റ് കറണ്ട് ടൈം എന്നത്. അതായത് നമുക്കറിയാം നമുക്ക് യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ആ ഒരു വീഡിയോ ഫുള്ളായിട്ടായിരിക്കും അവർക്ക് ലഭിക്കുന്നത്. അപ്പം ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് അവർ കാണേണ്ട ആവശ്യമില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻ മാത്രം കണ്ടാൽ മതി. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു വീഡിയോയുടെ മിഡിൽ പോർഷൻ തൊട്ടാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മിഡിൽ പോർഷൻ തൊട്ട് നമ്മുടെ കൂട്ടുകാർ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം ലിമിറ്റ് വെച്ച് നമുക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂട്ടുകാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതനുസരിച്ച് അവർക്ക് ആ ഒരു വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു യൂട്യൂബ് വീഡിയോ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എവിടം തൊട്ടാണോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു പോർഷനിലോട്ട് കൾസർ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. അതാണ്ട് ഞാനിപ്പോൾ ഈ കാണുന്ന 1.18 എന്ന് പറയുന്ന ടൈം തൊട്ടുള്ള വീഡിയോസ് ആണ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കൊണ്ടുപോയി നമ്മുടെ കൾസർ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഷെയർ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഈ കാണുന്നത് ആ ഒരു വീഡിയോയുടെ ഫുൾ ലിങ്ക് ആണ്. അപ്പോൾ ഈ ഒരു ഫുൾ ലിങ്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ആ ഒരു വീഡിയോയുടെ മിഡിൽ പോർഷൻ തൊട്ടുള്ള പോർഷൻസ് ആണ് ഷെയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടഡ് എന്നും പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നതായിട്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും. നേരത്തെ ഇവിടം വരെ ഉള്ള നമ്മുടെ ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ ദാണ്ട് എക്സ്ട്രാ ആയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പിന്നെ T=77 എന്ന് പറയുന്ന ഒരു നമ്പറോട് കൂടിയുള്ള ആ ഒരു ലിങ്ക് മാറിയിരിക്കുന്നതായിട്ട് കൂടുതൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ടൈം ഉണ്ടല്ലോ ആ ടൈമിൽ തൊട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും ഇനി കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിപ്പോൾ മാറ്റണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാം. ഇപ്പം 17 എന്നുള്ളത് മാറ്റി ഞാൻ ഇപ്പോൾ ഒരു 20 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് നോക്കാം. ഇങ്ങോട്ട് മാറി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ 70 എന്നായിരുന്നു നേരത്തെ ഉള്ളത്. 77 എങ്ങാണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ 80 ആയത് കണ്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ടൈം ഇതുപോലെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് ആർക്കാണോ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കോപ്പി ചെയ്യാം. എന്നിട്ട് വാട്സപ്പ് വഴി നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കൂട്ടുകാർ ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു ലിങ്കിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈം തൊട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ആ ഒരു ഫ്രണ്ടിന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്കുകളൊക്കെ അതും മിഡിൽ പോർഷൻ തൊട്ടുള്ള ലിങ്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കിയ എല്ലാ ട്രിക്കുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ട്രിക്കുകളെ പറ്റി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതിൽ കൂടുതലുള്ള ട്രിക്കുകളൊക്കെ നമുക്ക് വഴിയേ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.